മാറ്റമില്ലാത്ത മാറ്റിന്റെ മാറ്റുരച്ചു നോക്കുവാൻ വന്ന നീ സൗഹൃദത്തിൽ മായം ചേർത്ത് ചതിച്ചു. നെഞ്ചത്ത് കൈവച്ച എതിരാളിയാണെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ലാതെ പോയി. എന്റെ മാറ്റുരച്ചു നോക്കാൻ നീ വളർന്നിട്ടില്ല. എന്നെ കൊടുക്കാൻ നിനക്ക് സൗഹൃദം മാത്രമേ കിട്ടിയുള്ളൂടാ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പരിയാരത്തുള്ള ഒരു സ്വർണ്ണക്കടയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച കേസിലും അടുത്തിടെ കാക്കനാട് നടന്ന ബാങ്ക് കൊള്ളയിലും പങ്കുള്ള ആദിത്യനെ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചു. കമ്മീഷണറോട് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നോക്കിക്കോളൂ. ഞാൻ ഈവനിങ് നിങ്ങളെ കണ്ടോളാം. ഷുവർ. താങ്ക് യു. അച്ഛാ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. കുറച്ച് നാളത്തേക്കല്ലേ, ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന പോലെ ഇരുന്നോളൂ. ഇവിടെ ഉള്ളവരെ നോക്കുമ്പോൾ എല്ലാം ഒരു കുറ്റവാളിയെ നോക്കുന്ന പോലെ ഉണ്ട് മോനെ. അച്ഛാ സമാധാനമായിട്ട് പോയിട്ട് വാ. പോട്ടെ മോനെ. ശരി അച്ഛാ. പോയിട്ട് വരട്ടെ മോളെ. സന്തോഷമായിട്ടിരിക്കണം. എന്നാ ആകട്ടെ. ഇതൊക്കെ അവന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയതാ സാർ. സത്യം, ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയൂ. ആയിക്കോട്ടെ. പ്രസാദ്. യെസ് സാർ. ഇത് എവിഡൻസ് റൂമിൽ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം. ഓക്കെ സാർ. ഇവിടെ നോക്ക്. ഞങ്ങളുടെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഏയ് എന്താടാ തുറച്ചു നോക്കുന്നേ? ഇപ്പൊ നീ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിന്നെ അടിക്കേണ്ടി വരും. കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു, അടിക്കണമെന്ന് പറയുന്നു. എപ്പോഴാ അടി തുടങ്ങുന്നത്? ഏയ് നിർത്തടാ. ഇവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. ജ്വല്ലറി കേസിലും ബാങ്ക് കേസിലും നീ തന്നെയാണ് കൊള്ളയടിച്ചെന്ന് എനിക്കും അറിയാം, അതുപോലെ നിനക്കും അറിയാം. ഇനി അറിയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ബാങ്കിലിരുന്ന് എങ്ങനെയാണ് നീ എൻ്റെ അച്ഛനെ കൊണ്ട് പണം എടുപ്പിച്ചത്? എന്ത്? ബാങ്കിൽ നിന്ന് പണം എടുത്തത് നിന്റെ അച്ഛനാണെന്നോ? എടാ ദുഷ്ടന്മാരെ, അതിന് എന്നെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ അച്ഛൻ അടിച്ചു മാറ്റിയ പണം എന്റെ വണ്ടിക്കകത്തിട്ട് പാവം ഒരു നിരപരാധി എങ്ങനെ ജയിലിനകത്താക്കിയല്ലോ. സാർ, ബാങ്കിൽ CCTV ഉണ്ടാവും സാർ. ആ ഫുട്ടേജ് എടുത്ത് നോക്ക് സാർ. അതിൽ നോക്കി അറിയാം സാർ ആരാ പണം എടുത്തതെന്ന്. ഒന്ന് വേഗം നോക്ക് സാർ. എന്താ മച്ചനെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഫുട്ടേജ് എവിടെ? വീഡിയോ. CCTV ഫുട്ടേജ് എല്ലാം ഭദ്രമായിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. കെട്ടുകണക്കിന് പണവുമായിട്ടല്ലേ നിന്നെ ഞങ്ങൾ പിടിച്ചത്. ആ ഫുട്ടേജ് മാത്രമേ ഇവിടെ നിന്ന് ന്യൂസിന് പോവുള്ളൂ. ഇനി നീ പറയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നീ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പറയടാ. സാർ, ഇവൻ ഭയങ്കര ഓവർ ആവുന്നുണ്ട് സാർ. പ്രസാദ്, മൂത്തവരോട് സംസാരിക്കുന്നുണ്ടല്ലേ, പോയി ഐറ്റം എടുത്തോണ്ട് വാ. ബോർമാൻ. ഞങ്ങളിങ്ങനെ ക്ഷമിച്ചോണ്ട് തല കയറണോ? മച്ചാനെ, നീ അടിക്കുമെന്നാ വിചാരിച്ച് കണ്ടവനൊക്കെ അടിക്കുന്നു. ആദിത്യ, നീ ഇപ്പൊ എവിടെയാന്നുള്ള കാര്യം പറഞ്ഞോ? ഇപ്പൊ ഞാനിവിടെ നിന്റെയൊക്കെ കൺട്രോളിലാണെന്നാ മനസ്സിലിരിപ്പല്ലേ? അല്ലേ? ഇനി 10 മിനിറ്റിനകം ഇവൻ മരിക്കും. ഇവൻ ചത്തിട്ട് വാ, സംസാരിക്കാം. വരുമ്പോഴേ നിന്റെ അച്ഛന്റെ CCTV ഫുട്ടേജ് ഒളിപ്പിച്ചു വെച്ചിരുന്നില്ലേ, അതെടുത്തോണ്ട് വാ. എന്താണ് ബ്രോ അവൻ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നതാണ്. ഏയ് പ്രസാദേ, ഓടാ. ഗുഡ് മോർണിംഗ് സാർ. പ്രൊഫസർ ചെറിയാൻ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. താങ്ക് യു. എന്താ പറഞ്ഞോളൂ സാർ. നിങ്ങൾ ആദിത്യൻ എന്ന് പറഞ്ഞ ഒരാളെ ഈയിടെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു? 6 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിലെ അംഗമായിരുന്നു ഈ ആദിത്യൻ.
പഴനിയിലെ മുരുകന്റെ വിഗ്രഹമില്ലേ, ആ ശില്പകൽപ്പന നടത്തിയത് ബോഗൻ എന്ന് പറയുന്നയാളാണ്. ആ മഹാസിദ്ധന് അഷ്ടസിദ്ധികളെല്ലാം നല്ല വശമാണ്. ഇരുമ്പുരുക്കി സ്വർണമാക്കിയെടുക്കുന്ന ഫോർമുല, അപ്രത്യക്ഷമാകുന്ന കഴിവ്, വിചാരിച്ചാൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്, ഇതുപോലെ അഷ്ടസിദ്ധികളുടെ രഹസ്യങ്ങൾ മുഴുവനായി താളിയോലയിൽ എഴുതി വെച്ചതായ വിശ്വാസങ്ങളുണ്ട്. ഈ ബോഗർക്കും ആദിത്യയുടെ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് സാർ, ബോഗനെ കുറിച്ച് മുഴുവനായി അറിഞ്ഞെങ്കിലേ ആദിത്യന്റെ കേസിന്റെ ചുരുളുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. പറയട്ടെ? ഓക്കെ. ആ മുഖ്യ താളിയോലകൾ തേടി പളനിയമ്പലത്തിന്റെ താഴ്വാരത്ത് ഞങ്ങളൊരു ക്യാമ്പ് ഇട്ടായിരുന്നു. എടോ നോയൽ സാർ, ആദിത്യൻ എവിടാടോ? 2 ദിവസമായിട്ട് ജോലിക്ക് വരുന്നില്ല സാർ. പെട്ടെന്ന് ആദിത്യം പണക്കാരനായത് ബാങ്കിൽ നിന്നും ജുവലർ ഷോപ്പിൽ നിന്നൊക്കെ പണം മോഷണം പോയ വിധം ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ബോഹൻ എഴുതി വെച്ച അഷ്ടമസിദ്ധികളിൽ ഒരു അത്ഭുതകരമായ താളിയോല ആദിത്യന് ലഭിച്ചിരിക്കുന്നു. ആ താളിയോലകൾ കൈവശം വെച്ചാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു സാർ. അവനിപ്പോ ഒരു സാധാരണ മനുഷ്യനല്ല. എന്തുട്ടാ സീൻ കാണിക്കാ നീ? എവിടെ ഇരിക്കണെന്ന് അറിയോ നിനക്ക്? ശബരിമലയ്ക്കുള്ള മാലയിട്ടേക്കാ ഞാന്. എന്നെ കൊണ്ട് ഊരിക്കരുത്. ആരെ കൊണ്ട് എതിർക്കാൻ പറ്റാത്ത ശക്തി അവന് ലഭിച്ചിട്ടുണ്ടാവും. അതെന്തൊരു ശക്തിയാ സാർ? ആകെയുള്ള 64 കലകളിൽ 52ാമത്തെ കലയാണ് പരകായ പ്രവേശം. പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ കൂടുവിട്ട് കൂടുമാറുക, അതായത് ബോഡി സ്വാപ്പിംഗ്. ഈ വിദ്യ അറിയുന്നവൻ ആദ്യം തന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിക്കും. അടുത്തത് ആരുടെ ശരീരത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നുവോ ഉടനെ തന്നെ ആ ആത്മാവിനെയും വേർതിരിക്കും. ഇപ്പോ ഈ ആത്മാവ് ആ ശരീരത്തിലേക്ക് കിടക്കും. ആ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കും. സാർ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റിപ്പോർട്ട് എനിക്ക് റെഡിയായിട്ട് കിട്ടണം. ഓക്കെ സാർ. ശരി. ഓക്കെ സാർ. വിക്രം പറയൂ. ആദിത്യ നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണക്കാരനല്ല. ഹി ഹാസ് സം മാജിക്കൽ പവർ. സാറ് പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. അവന് കൂടുവിട്ട് കൂടുമാറുന്ന ഒരുതരം ശക്തിയുണ്ട്. കൂടുവിട്ട് കൂടുമാറുമെന്നോ? എന്താ സാറേ പറയുന്നത്? ഇതാദ്യം കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഫസർ ചെറിയാൻ എന്നെ കാണാൻ വന്നിരുന്നു. പഴനിയിൽ ജീവിച്ചിരുന്ന ഒരു സിദ്ധനായ ബോഗനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഒരു ടീം രൂപീകരിച്ച് പഴനിയിലേക്ക് പോയിരിക്കുക. ആ ടീമിൽ ആദിത്യനുണ്ടാവും. പക്ഷേ ഇതുവരെ ആ താളിയോല അവരുടെ കിട്ടിയിട്ടേയില്ല. ഇപ്പം നടന്നതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ആ താളിയോല ആദിത്യൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. ജുവലറിയിൽ വെച്ച് നടന്ന മോഷണം, നിന്റെ അച്ഛന് സംഭവിച്ചതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും സാർ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മാറ്റിയിട്ട് 5-6 ജോത്സ്യന്മാരെ വിളിച്ചിട്ട് കബഡി നിരത്തി നമുക്ക് കണ്ടുപിടിച്ചാലോ സാറേ? പ്രൊഫസർ പറഞ്ഞത് വിട്ടിത്തരമാണെന്നിരിക്കട്ടെ, ബട്ട് സത്യം എന്തിനാണ് പ്രസാദിനെ കൊന്നത്? അവർ തമ്മിലുള്ള പേഴ്സണൽ റിവെഞ്ച് ആയിരിക്കും. പേഴ്സണൽ റിവെഞ്ച്? സാർ, സാറിനറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് സാറിന് റിപ്പോർട്ട് അയക്കാം. ഓക്കെ. ആ പ്രൊഫസറിനൊപ്പം നിന്നെയും കൊന്നു തള്ളോടാ. പ്രൊഫസർ ചെറിയാൻ. ഞാൻ ചെറിയൻ സാറിന്റെ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. സാർ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. എപ്പോഴാ മാഡം തിരിച്ചു വരുന്നത്? സാർ, അദ്ദേഹം 2 ദിവസത്തിനകം വരും. വരട്ടെ 2 ദിവസമല്ലേ വരട്ടെ. സാർ വിളിച്ചു എന്നെ? ടെൽ മീ സാർ. യെസ് സർ. നമ്മുടെ ആദിത്യയുമായി ബന്ധപ്പെട്ട കേസിന്റെ എവിഡൻസ് എല്ലാം എവിടെ വെച്ചിരിക്കുന്നത്? സർ, എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഐഡിയിലുണ്ട്. ഓ, ബാങ്ക് മാനേജറുടെ, അതായത് എൻ്റെ അച്ഛൻ്റെ ഫൂട്ടേജ് ഒക്കെ ഇതിൽ തന്നെയാണോ ഉള്ളത്? അതെ സാർ. ബാങ്കിലും ഒരു കോപ്പി ഉണ്ടാവും അല്ലേ? ഇല്ല സാർ, സാറ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. സേഫ്റ്റിക്ക് വേണ്ടി ഒരേ ഒരു കോപ്പി നിങ്ങളുടെ ഐഡിയിലുണ്ട്.
ആ ഞാനാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്, മറന്നു. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഐഡി ഒന്ന് ഓപ്പൺ ചെയ്തേ. സർ? ആ ചെയ്യ. സർ, സാറിന്റെ പാസ്വേഡ്. പാസ്വേഡോ? അത് അവനല്ലേ അറിയൂ. ശരി, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോളൂ. അപ്പൊ ഈവനിങ് പാർട്ടിയിൽ മീറ്റ് ചെയ്യാം സർ. എന്ത് പാർട്ടിയോ? വാട്ട് പാർട്ടി? സാറല്ല സർ, ഈ വർഷത്തെ ബെസ്റ്റ് പോലീസ്മാൻ ഓഫ് ദി ഇയർ കമ്മീഷണർ സാറിന് വേണ്ടിയല്ല പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് മച്ചാൻ വരില്ലേ? സർ? അല്ല, അതിന് നീ വരില്ലേ? ഓഫ് കോഴ്സ് യെസ്. അപ്പോ രണ്ടു പേരും ചേർന്ന് നന്നായി പാർട്ടി ചെയ്യാല്ലേ? ഓക്കെ സർ, ഷുവർ സർ, ഐ സീ യു ദേർ സർ. See you. Chill. Sir. ആരടാ ഈ ചരക്ക്? എന്റെ സാറേ, എന്താ ഇത്? സാറ് കെട്ടാൻ പോണ പെണ്ണല്ലേ അത്? പ്രതികാരം ചെയ്യാൻ വന്ന സ്ഥലത്ത് എങ്ങനെ ഒരു ഓഫറോ? ഓക്കെ, ഇത് മനുഷ്യന്റെ സൃഷ്ടി, അത് ദൈവത്തിന്റെ സൃഷ്ടി. ഇത് വിട്ടാലേ അത് കിട്ടുള്ളൂ തോന്നുന്നു. എന്താ നോക്കുന്നേ? ആ നിലാവിന്. നിലാവോ? ആ എവിടെ? അവിടെ. ശരി, ഇന്ന് പൗർണമി. അതെ, പൗർണമിയുടെ അന്ന് ബ്ലഡ് പമ്പിങ് കൂടുതലായിരിക്കുമെന്ന് ഒരു പ്രാന്തം പറഞ്ഞിരുന്നു. ഓ, ബ്ലഡ് പമ്പിങ് കൂടുതലാണെങ്കിൽ എന്താ കുഴപ്പം? അത് ഒരുമാതിരി നല്ല, എങ്ങനെ പറയും, എങ്ങനെയുണ്ട്? കൈയെടുക്ക്. എന്താ ഈ ചെയ്യുന്നേ? ഏയ്, വെള്ളം അത് അവിടെ ഇരിപ്പുണ്ട്. അത് എനിക്ക് ഫ്രഷ് ആയിട്ട് വേണം. ശരി, സേഫ്റ്റി ഫസ്റ്റ്. ആ ഞാൻ എടുത്തോളാം. വണ്ടി സ്റ്റിയറിംഗ് എന്തായി കാണിക്കുന്നേ? ഒന്ന് മാറ്. എന്തായി കാണിക്കുന്നേ? വിക്രം, ആരെങ്കിലും കാണൂട്ടോ. വീട്ടിലാരുമില്ലല്ലേ? ഓ, ഇതാണ് അവന്റെ ഫാമിലി. അവിടെ ഇരിക്ക്. ഞാനിപ്പോ വരാം. എല്ലാം കഴിഞ്ഞു കാണും. കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഒന്ന് നടത്തി നോക്കാം.